അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ ഉണരുകയാണ്. 2 മാസത്തെ അവധിക്കാലത്തിന് ശേഷം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഒരുക്കുന്ന അറിവിന്റെ വിസ്മയങ്ങളിലേക്ക്, കലാകായിക മേളകളിലേക്ക്, കൂട്ടുകാരുടെ കളിച്ചിരികളിലേക്ക്, അധ്യാപകരുടെ കരുതലിലേക്ക് ചിരിച്ചുകൊണ്ട് മടങ്ങിച്ചെല്ലാൻ എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുകയാണ് അല്ലേ? നമ്മളെ വരവേൽക്കാൻ ഇതാ നമ്മുടെ പൊതുവിദ്യാലയങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ പുതിയ ക്ലാസ്സുകളിലാണ് നിങ്ങൾ ഓരോരുത്തരും. ആ പുതിയ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി മിടുക്കന്മാരായി അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ദൃഢനിശ്ചയം എടുത്തുകൊണ്ടാണ് നിങ്ങൾ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ആദ്യത്തെ ആഴ്ച 2-ാം തീയതി ആരംഭിച്ച ആദ്യത്തെ ആഴ്ച പാഠപുസ്തകങ്ങളല്ല പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് സമൂഹത്തെയാണ്, നമ്മളെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ അതിനെ സ്വീകരിക്കണം, ലഹരി പോലുള്ള ഏറ്റവും അപായം നിറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ നിലപാട് എന്തായിരിക്കണം, ഇതെല്ലാമാണ് ആദ്യത്തെ 2 ആഴ്ച കാലം ഒരു ദിവസം ഒരു അവർ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും അതിന് സഹകരിക്കാൻ വേണ്ടി തയ്യാറാവണം. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ഇതിന്റെ തുടർച്ചയായുള്ള വിദ്യാകിരണവും വിപ്ലവകരമായ മാറ്റങ്ങളാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയത്. കഴിഞ്ഞ 9 വർഷങ്ങൾക്കിടയിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ മെച്ചപ്പെട്ടു. നമ്മുടെ ക്യാമ്പസിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അതിൻ്റെ ബിൽഡിങ്ങിനെ പറ്റിയിട്ടുള്ള സങ്കല്പങ്ങളും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ കാലത്തെ വീടുകളെ കുറിച്ചുള്ള സൗന്ദര്യബോധം അല്ലല്ലോ നമുക്ക് ഇപ്പോഴുള്ളത്. അതേപോലെ സ്കൂൾ കെട്ടിടങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പനങ്ങളിൽ വന്ന മാറ്റങ്ങൾക്കനുഗുണമായാണ് ഭൗതിക സൗകര്യ വികസനം ഇപ്പം നടക്കുന്നത്. ഏതാണ്ട് 539 വിദ്യാലയങ്ങളിൽ ഏറ്റവും മികച്ച ഭൗതിക സൗകര്യം ഒരുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. 400ഓളം കെട്ടിടങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കിഫ്ബി ധനസഹായത്താൽ മാത്രം നടക്കുന്നതാണ്. അതേപോലെ പ്ലാൻ ഫണ്ടും മറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങളും നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൻ്റെ ചുറ്റുപാടൊന്ന് നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഭൗതിക പരിസരത്ത് വരുന്ന മാറ്റത്തിനനുസരിച്ചുകൊണ്ട് ക്ലാസ് മുറിക്കകത്തും മറ്റും മാറ്റങ്ങൾ ഉണ്ടാവണം. നമ്മളെ കുട്ടികൾ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കണം. മാത്രമല്ല അവർക്ക് ജനാധിപത്യം, മതനിരപേക്ഷത, സ്ത്രീസമത്വം തുടങ്ങി ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യബോധങ്ങളെല്ലാം തന്നെ ഉളവാകേണ്ടതുണ്ട്. അതിനൊക്കെ കഴിയുന്ന രീതിയിലേക്ക് നമ്മളെ ക്യാമ്പസുകളെ മാറ്റണം. അങ്ങനെ മാറ്റുന്നതിൽ കുട്ടികളോടൊപ്പം തന്നെ മുതിർന്നവർക്കും വലിയ പങ്കുണ്ട്. നമ്മളും നമ്മുടെ പങ്ക് നിർവഹിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കേവലം പരീക്ഷയ്ക്ക് തയ്യാറാവുകയല്ല, അതിനപ്പുറത്തേക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കാനുള്ള അനുഭവങ്ങൾ ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്ന് സ്വയം തിരിച്ചറിയാനും മുന്നേറാനുമുള്ള ഇടം കൂടിയാണ് ക്യാമ്പസുകൾ എന്നുള്ള ധാരണയോടെ കേരള സമൂഹം വർത്തിക്കേണ്ടതുണ്ട്. വിശ്വസാഹോദര്യവും മറ്റും അതുപോലെ തന്നെ വിശ്വപൗരൻ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളെ എല്ലാ കുട്ടികളും വളരണമെങ്കിൽ കൂട്ടായ ശ്രമം ആവശ്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വിഹിതം, നബാർഡ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഫണ്ടുകൾ, ജനപ്രതിനിധികളുടെ ആസ്തി വികസന പദ്ധതികൾ, SSK പദ്ധതികൾ തുടങ്ങിയവ ഉപയോഗിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആകെ 5000-ൽ പരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 9 വർഷങ്ങൾക്കിടയിൽ നടത്തിയത്. ഇത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു റെക്കോർഡാണ്. ഈ വർഷം ഒട്ടേറെ പുതുമകളുമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 1 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും എല്ലാ പാഠങ്ങളും എല്ലാ പുസ്തകങ്ങളും നാം പുതുക്കി കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിനനുസൃതമായി നിങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനും
നിങ്ങൾക്ക് കൂടുതൽ അറിവും സിദ്ധിയും നൽകുന്നതിനും ആവശ്യമായിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്താണ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പാഠപുസ്തകങ്ങൾ, അതിലൂടെ കിട്ടുന്ന പാഠഭാഗങ്ങൾ, അധ്യയനം എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. ഇത് കൂടാതെ തന്നെ അധ്യാപകർക്ക് ഈ പുതിയ പാഠഭാഗങ്ങൾ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പ്രത്യേകമായ പരിശീലനം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ ഭാഗമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള സാങ്കേതികവിദ്യ ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നതിനാവശ്യമായ നടപടികളുമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ അധ്യയന വർഷം തുടക്കത്തിൽ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത്. 2025 നാം പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തുകയാണ്. നാം ഇതുവരെ നേടിയ നേട്ടങ്ങളെ വീണ്ടും അടുത്ത പടിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടി നാം നടപ്പാക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയുടെ അധ്യയനം മാത്രമല്ല, മറ്റെല്ലാ തലങ്ങളിലും സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും അവൻ്റെ അറിവിനെയും സിദ്ധിയെയും വീണ്ടും പരിപോഷിപ്പിക്കുകയും അങ്ങനെ ഒരു ഉത്തമ വ്യക്തിയാകുവാനുള്ള എല്ലാ പിന്തുണയും നൽകുക എന്നുള്ളതാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിൻ്റെ ആകത്തുക. കുട്ടികൾക്ക് എല്ലാവർക്കും പഠിച്ചുകൊണ്ട് വളരുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്താണ് ഈ പരിപാടി നാം നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമഗ്ര ഗുണമേന്മ പദ്ധതി നമുക്കൊരു സമ്പൂർണ്ണ വിജയമാക്കി തീർക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് വളരാം. സ്മാർട്ട് ക്ലാസ് റൂമുകളും നവീന സാങ്കേതിക വിദ്യയും പുത്തൻ ആശയങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് മാറുന്ന കാലത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ പിന്തുടരുന്നത്. സാങ്കേതിക വിദ്യ സൗഹൃദ ക്ലാസ് മുറികൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയങ്ങളിലെ 50,000-ത്തിലധികം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. ടിങ്കറിംഗ് ലാബുകൾ, റോബോട്ടിക് ലാബ് എന്നിവ സജ്ജമാക്കി. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി. പഠന ബോധന പ്രക്രിയയെ സാങ്കേതിക വിദ്യ വിപ്ലവകരമായി പരിവർത്തനപ്പെടുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അധ്യാപകരും വിദ്യാഭ്യാസ പ്രവർത്തകരും വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയിൽ അറിവ് നേടേണ്ടത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്ന വിവിധങ്ങളായ പദ്ധതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. പുതിയ അധ്യയന വർഷം ഈ പരിശീലനങ്ങളുടെ എല്ലാം ഗുണഫലങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും. പ്രധാനമായും ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കുന്നതിൽ അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന ഒരു പദ്ധതി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി SIET ട്രെൻഡ് എന്ന പേരിൽ നടപ്പാക്കി വരികയാണ്. ടെക് റെഡി എഡ്യൂക്കേറ്റേഴ്സ് നെറ്റ്വർക്ക് ഇൻ ഡിസ്ട്രിക്ട്സ് എന്നാണ് ട്രെൻഡിൻ്റെ പൂർണ്ണരൂപം. എല്ലാ ജില്ലകളിലും തങ്ങൾക്ക് ആവശ്യമായ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കാൻ ശേഷിയുള്ള അധ്യാപകരുടെ ഒരു സംഘത്തെ സജ്ജീകരിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അധ്യാപകർക്കെല്ലാം തന്നെ പരിശീലനം നൽകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി നാം മാറിയിട്ടുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബയോ ഇൻഫർമാറ്റിക്സ്, നാനോ ടെക്നോളജി, അറ്റ്മോസ്ഫിയറിക് സ്റ്റഡീസ് തുടങ്ങിയവയിലെല്ലാം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പരിശീലനം നൽകുന്ന പദ്ധതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കി വരികയാണ്. ഇതെല്ലാം കൂടി ചേർന്ന് അതുപോലെ നമ്മുടെ ക്ലാസ് മുറികളെല്ലാം തന്നെ സ്മാർട്ട് ക്ലാസ് മുറികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രൈമറി സ്കൂളുകളിൽ സ്മാർട്ട് ലാബുകൾ ഉണ്ട്. അങ്ങനെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും പുതിയ വികാസങ്ങൾ പോലും നമ്മളുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് സ്വാംശീകരിക്കുന്നതിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് 2 മാസം മുൻപ് തന്നെ വിദ്യാർത്ഥികളിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ എത്തിച്ച് സ്കൂൾ പാഠപുസ്തക വിതരണത്തിൽ പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്. 9ാം ക്ലാസ്സിലെ പരീക്ഷ അവസാനിക്കും മുൻപ് തന്നെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിച്ചത് അഭിമാനകരമായ നേട്ടമാണ്. 16 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാനത്തെ 1 മുതൽ 10 വരെയുള്ള എല്ലാ പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ചു. പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കരട് ചട്ടക്കൂട് ജനകീയ ചർച്ചയ്ക്ക് വിധേയമാക്കിയതിലൂടെ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ജനവിഭാഗങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിച്ചു.
അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു പാഠ്യപദ്ധതി പരിഷ്കരണം. സ്കൂൾ തുറക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുൻപ് 3,80,00,000-ലധികം പാഠപുസ്തകങ്ങൾ കുട്ടികളുടെ കൈകളിലെത്തിച്ച് ചരിത്ര നേട്ടം കൈവരിക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചു. പ്രീ പ്രൈമറി, ഹയർ സെക്കൻഡറി മേഖലയിലെ പാഠപുസ്തകങ്ങൾ ഈ അധ്യയന വർഷം തന്നെ പരിഷ്കരിക്കും. 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ച മാതൃകയിൽ ജനകീയ ചർച്ചകളിലൂടെയാണ് പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ അധ്യയന വർഷം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കലാപഠനത്തിനായി ഒരു പ്രത്യേക പാഠപുസ്തകം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊരു വിപ്ലവകരമായ മാറ്റമാണ്. മറ്റ് വിഷയങ്ങൾക്കൊപ്പം കലാപഠനത്തിനും നമുക്ക് അധ്യാപകരുണ്ട് എങ്കിലും കൃത്യമായി ഒരു പാഠ്യപദ്ധതി ഉണ്ടായിരുന്നില്ല. കലാപഠനത്തിന് പ്രത്യേകം ആക്ടിവിറ്റി ബുക്ക് തയ്യാറാക്കുന്നതോടെ കുട്ടികളുടെ കലാവാസനകൾക്ക് ഉണർവ് ലഭിക്കും. സംഗീതം, ചിത്രകല, നാടകം, നൃത്തം, സിനിമ എന്നിവയാണ് ഈ ആക്ടിവിറ്റി ബുക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 5ാം ക്ലാസ്സിൽ ചെറിയ പാട്ടുകൾ പാടിക്കൊണ്ടാണ് പാഠഭാഗങ്ങൾ തുടങ്ങുന്നത്. 5ാം ക്ലാസ്സിൽ തന്നെ സപ്തസ്വരങ്ങളും വരിശകളും പരിചയപ്പെടുത്തുന്നു. സംഗീത അധ്യാപകർ ഇല്ലാത്ത സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കുന്നതിന് വീഡിയോ പാഠഭാഗങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി SIET ആണ് ഈ വീഡിയോകൾ നിർമ്മിച്ചിട്ടുള്ളത്. പത്രവായനയും പുസ്തകവായനയും മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമാക്കി ഗ്രേസ് മാർക്ക് നൽകാനുള്ള തീരുമാനം കുട്ടികൾക്ക് വായനയിലൂടെ പാഠപുസ്തകത്തിന് പുറത്തുള്ള അറിവുകൾ കൂടി നേടാൻ പ്രോത്സാഹനം നൽകുന്നതാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വീണ്ടും ഒരു സ്കൂൾ കാലം വരികയാണ്. വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു ലോകത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും ചുവടുവയ്ക്കുന്നു. മുൻ വർഷങ്ങളിൽ എന്ന പോലെ സ്കൂൾ തുറക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. കാരണം നാളത്തെ ലോകം നിങ്ങളിലൂടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നെനിക്കറിയാം. ഈ വർഷം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പുതിയ പാഠ്യ പദ്ധതിയുമായാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. കേരള സിലബസിൽ കലാപഠനത്തിൻ്റെ ഭാഗമായി സിനിമയും പാഠ്യ വിഷയമാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് പ്രത്യേക പാഠപുസ്തകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കലാപഠന പദ്ധതിക്ക് പ്രത്യേക ആശംസകളും. കലാ അധ്യാപകർ ഇല്ലാത്ത വിദ്യാലയങ്ങളിൽ ഈ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിന് ഡിജിറ്റൽ പാഠഭാഗങ്ങൾ തയ്യാറാക്കിയ SIETക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ വർഷത്തെ പ്രവേശനോത്സവം നടക്കുന്നത് ആലപ്പുഴ കലവൂറാണ്. മറ്റ് വിഷയങ്ങൾക്കൊപ്പം കലാവാസനയും വളർത്തി നല്ല മനുഷ്യരായി സഹജീവികളെ സ്നേഹിച്ച് നാടിനെ സ്നേഹിച്ച് ഭാരതത്തിൻ്റെ നവയുഗ ശില്പികളായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആശംസകളോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ലാലേട്ടൻ. ഒരു പുതിയ വിദ്യാലയ വർഷം കൂടി എത്തുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ജീവിതം മാറി മറിയുമ്പോൾ സ്കൂൾ ജീവിതത്തിൻ്റെ ഓർമ്മകൾക്ക് മാറ്റൊട്ടും തന്നെ കുറയുന്നില്ല. പ്രിയപ്പെട്ട കുട്ടികൾക്ക് നല്ല വിദ്യാലയ വർഷം ആശംസിക്കുന്നു. പഠിച്ചും കളിച്ചും ചിരിച്ചും പരസ്പരം സ്നേഹിച്ചും കലയും സാഹിത്യവും കളിയും കഴിവുകളും എല്ലാം വളർത്തിയും പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും നന്മയുള്ളവരായിട്ട് തന്നെ വളർന്നു വരട്ടെ എന്ന് ഒരു ചെറിയൊരു പ്രാർത്ഥന കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ കടന്നുപോകുന്ന ഈ കാലഘട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടം എന്ന് ഓർമ്മിക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ലത് മാത്രം സ്വീകരിക്കുക, നല്ലത് മാത്രം ചെയ്യുക. നന്മ മാത്രം വളരണം, നന്മ മാത്രം പുലരണം, നാടും വീടും വളരണം. നന്മ മാത്രം പുലരുവാൻ നമ്മൾ നല്ലവരാകണം. ഈ അപ്പൂപ്പൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ 4 വരികളാണ്. എന്താണ്? നന്മ മാത്രം പുലരണം, നാടും വീടും വളരണം, നന്മ മാത്രം പുലരുവാൻ നമ്മൾ നല്ലവരാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കുട്ടികളായി വളരുമാറാകണം. നല്ല സൗന്ദര്യദൃഷ്ടി, നല്ല സത്യബോധം, നല്ല നീതിബോധം, നല്ല ധർമ്മബോധം, ശരിക്ക് കർമ്മത്തിനുള്ള ശക്തി, അസത്യം ചെയ്യില്ല എന്നുള്ള നിഷ്ഠ, പരബഹുമാനം, രാജ്യത്തോടും ലോകത്തോടുമുള്ള സ്നേഹം, ജന്തുക്കളോടും സസ്യങ്ങളോടും
ഭൂതജാലങ്ങളോടുമെല്ലാം ഉള്ള സ്നേഹം, ഇതിലേക്ക് കുഞ്ഞുങ്ങളെ ഉയർത്താൻ വിദ്യാഭ്യാസത്തിന് എത്ര സാധിക്കുന്നു എന്നതിപ്പോഴും ചോദ്യമാണ്. കുഞ്ഞുങ്ങൾ ശരിക്കും വിദ്യാലയത്തിലേക്ക് ചെല്ലുമ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനുള്ള അവസരം അവർക്ക് കൊടുക്കുമാറാകണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ടു വരുന്നു മന്ദം, നാവിൽ നിന്ന് അപ്പോഴേ പോയിക്കഴിഞ്ഞു നാനാ ജഗൻ മനോരമ്യ ഭാഷ. ഈ ഇടശ്ശേരി എന്ന മഹാകവിയുടെ ഈ വരികൾ രക്ഷിതാക്കൾ പഠിക്കണം, സർക്കാർ പഠിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. കുട്ടികളെ ഉത്തമ പൗരന്മാരായി വളരാൻ പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം. പുതുതലമുറ നമ്മുടെ ചരിത്രത്തെ പറ്റിയും നാം ജീവിക്കുന്ന പൊതുസമൂഹത്തെ പറ്റിയും പൗരന്റെ അവകാശങ്ങളെ പറ്റിയും അറിഞ്ഞ് വളരുന്നവരാകണം. രണ്ടായിരത്തി 23-24 മുതലുള്ള എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സൗജന്യ വിദ്യാഭ്യാസം, സാമൂഹ്യനീതി, തുല്യ അവസരം തുടങ്ങിയ പൗരാവകാശങ്ങൾ ഉറപ്പുവരുത്താൻ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്കാകുന്നുണ്ട്. രാജ്യത്തിനാകെ തന്നെ മാതൃകയായി ഉച്ചഭക്ഷണ പദ്ധതിയും സൗജന്യ യൂണിഫോം വിതരണവും നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആരോഗ്യവകുപ്പുമായി ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഹെൽത്ത് കാർഡ് നൽകാനുള്ള പദ്ധതി അന്തിമഘട്ടത്തിലാണ്. ലിംഗസമത്വം എന്ന ആശയം മുൻനിർത്തി 50-ൽ പരം ബോയ്സ് ഗേൾസ് സ്കൂളുകൾ മിക്സഡ് സ്കൂളുകൾ ആക്കി മാറ്റാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അധിക പിന്തുണയ്ക്കായി 1486 സ്പെഷ്യൽ കെയർ സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. പഠനത്തോടൊപ്പം കുട്ടികളുടെ കലാകായിക പ്രവർത്തനങ്ങൾക്കും മാനസിക വളർച്ചയ്ക്കും ഇടവും പ്രോത്സാഹനവും നൽകുന്നതിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ശ്രദ്ധ പുലർത്തുന്നു. സ്കൂൾ കായികമേള, സ്കൂൾ കലോത്സവം, ശാസ്ത്രമേളകൾ, പ്രവൃത്തി പരിചയ മേളകൾ തുടങ്ങി കുട്ടികളിലെ വ്യത്യസ്ത അഭിരുചികൾ കണ്ടെത്തി പ്രോത്സാഹനം നൽകുന്നതിൽ നിരവധി പ്രവർത്തനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്നു. ലോകത്ത് തന്നെ ഏറ്റവും വലിയ കൗമാര കായിക മേളകളിലൊന്നായ കേരള സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ചു. ഇത് രാജ്യത്തിന് മാതൃകയാണ്, ഇന്ത്യയിൽ ആദ്യത്തേതും. സ്കൂൾ കായികമേളയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന നേട്ടവും കൈവരിക്കാനായി. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളകളിലൊന്നാണ് കേരള സ്കൂൾ കലോത്സവം. സമൂഹത്തിൽ അന്യം നിന്നു പോകുന്ന കലകളെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരള സ്കൂൾ കലോത്സവ മാനുവൽ പരിഷ്കരിച്ചതിലൂടെ തദ്ദേശീയ ജനതയുടെ കലാരൂപങ്ങൾ പുതിയ ഇനങ്ങളായി കൂട്ടിച്ചേർത്തു. പരാതിരഹിതമായ കലാകായിക മേളകളാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിൽ വ്യാപിക്കുന്ന വിപത്തായ ലഹരിക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിവരുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച നോ ടു ഡ്രഗ്സ് ക്യാമ്പയിനിന്റെ തുടർ പ്രവർത്തനങ്ങൾ NSS, NCC, SPC എന്നിവയുടെ നേതൃത്വത്തിൽ ശക്തമായി മുന്നോട്ടു പോകുന്നു. വിദ്യാർത്ഥികളിൽ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനായി ആരംഭിച്ച സൂംബ ഡാൻസ് പരിശീലനവും അടുത്ത അധ്യയന വർഷം മുതൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കും. പുതിയ അധ്യയന വർഷത്തിൽ ആദ്യ ആഴ്ചകളിൽ പാഠഭാഗങ്ങൾ ഒഴിവാക്കി പകരം സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലാണ് കുട്ടികൾക്ക് ക്ലാസുകൾ നടത്തുക. ലഹരി ഉപയോഗം തടയൽ, അക്രമവാസന തടയൽ, വാഹന ഉപയോഗം, പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം, വൈകാരിക നിയന്ത്രണമില്ലായ്മ, പൊതുമുതൽ നശീകരണം ഒഴിവാക്കൽ, ആരോഗ്യ പരിപാലനം, നിയമബോധവൽക്കരണം, മൊബൈൽ ഫോണിനോടുള്ള അമിത ആസക്തി, ഡിജിറ്റൽ ഡിസിപ്ലിൻ, ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം എന്നീ വിഷയങ്ങളിലായിരിക്കും
കുട്ടികൾക്ക് ക്ലാസുകൾ നൽകുക. ഇതിൻ്റെ മാർഗരേഖ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുകയാണ്. അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ റോബോട്ടിക് സമ്പ്രദായവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ അധ്യാപകരെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങൾ പഠിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്, പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ലോകത്താദ്യമായിട്ട് സ്കൂൾ ഒളിമ്പിക്സ് നടത്തിയ സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ 2ാം സ്കൂൾ ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തുക. പഠനത്തോടൊപ്പം നല്ല കായിക താരങ്ങളായി മാറുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഏതെങ്കിലും ഒരു ഇനം, കായിക ഇനം നിങ്ങൾ സെലക്ട് ചെയ്യണം, എടുക്കണം, അത് പഠിക്കണം എന്നുള്ളതാണ് പറയാൻ വേണ്ടിയുള്ളത്. ഇപ്പോൾ ഹെൽത്തി കിഡ്സ് പോലുള്ള പുസ്തകം തന്നെ അതിന് സഹായകരമായി ഞങ്ങൾ SCERT പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാഡമിക് കാര്യങ്ങളിൽ മുന്നിൽ വരിക, അതോടൊപ്പം തന്നെ നോൺ അക്കാഡമിക് കാര്യങ്ങളിൽ സ്പോർട്സിൽ വരിക, കലയിൽ വരിക, സൂംബ പോലുള്ള ഡ്രില്ലുകൾ എല്ലാ സ്കൂളുകളിലും നടത്താൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുക. തീർച്ചയായിട്ടും മറ്റ് തെറ്റായ ചിന്തകളിലൊന്നും പോകാതെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിൽ പറയുമ്പോൾ ഫോണിൻ്റെ നല്ല ഉപയോഗം, നമുക്ക് ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, പക്ഷേ ഫോണിൻ്റെ നല്ല ഉപയോഗത്തിൽ മാത്രമേ നിങ്ങൾ ഇന്ന് അകപ്പെടാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വർഷം കഴിഞ്ഞിറങ്ങുമ്പോൾ ആ മുഴുവൻ വിദ്യാർത്ഥികളും അക്കാഡമിക്കായും നോൺ അക്കാഡമിക്കായും വ്യക്തിപരമായും ഒക്കെ തന്നെ സവിശേഷമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത് എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, കലാകായിക മികവുകൾക്കായുള്ള അവസരം, സാമൂഹിക തിരിച്ചറിവുകൾ ഇവയെല്ലാം കുട്ടികൾക്കായി ഒരുക്കിക്കൊടുക്കുന്ന പൊതുവിദ്യാലയങ്ങൾ ഇന്ന് മികവിന്റെ കേന്ദ്രങ്ങളാണ്. അറിവ് പകരുന്നതിനോടൊപ്പം സമൂഹത്തിലെ ഉത്തമ പൗരന്മാരായി നമ്മളെ വാർത്തെടുക്കുകയും ചെയ്യുന്ന നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഒരുക്കുന്ന പ്രതീക്ഷയിലേക്ക്, സ്വപ്നങ്ങളിലേക്ക്, പുത്തൻ അധ്യയന വർഷത്തിലേക്ക് നമുക്കൊന്നിച്ച് മുന്നേറാം. നന്ദി.